ഗെയ്സ് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വേഗം, പക്ഷേ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വേങ്ങണം എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യുക, ഉപ്പ് മറന്ന് അതുപോലെ പഞ്ചസാര മറന്ന് കുറച്ച് സാധനങ്ങൾ മറന്നു. ഇപ്പോൾ വേഗിയുള്ള കുറച്ച് എന്ത് ചെയ്യുക പച്ചക്കറികളാണ്. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇതൊരു ഹോട്ടലാട്ടാ. ഞാൻ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അടിപൊളി ഫുഡാണ് ഇവിടെ. നമ്മളെന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പോവാണ്. പോയി ഇനിയിപ്പോൾ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. സൂപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ പോകണം. ഇവിടെ പോയിട്ട് കുറച്ച് പരിപാടി. നമ്മൾ ഇന്നലെ എங்கே പോയത് സൂപ്പർ മാർക്കറ്റാ. വെജിറ്റബിൾ എല്ലാം അங்கே இருக்குமா? റേറ്റ് കമ്മിയാ? എല്ലാം വെളിയിൽ നിന്ന് വാങ്ങണമാ? അരിശി വെളിയിൽ വാങ്ങണോ? വെജിറ്റബിൾ വെളിയിൽ വാങ്ങണം. എന്നാ ശരി, ഫസ്റ്റ് സൂപ്പർ മാർക്കറ്റ് പോയിട്ട് அங்கே போயிட்டு என்ன செய்ய தெரியுமா, அங்கே 2-3 ഒരു പ്ലേറ്റ് വാങ്ങാം. ഞാൻ മട്ടുമല്ല, ഇങ്ങനെയുള്ള മാർക്കറ്റ് വേറെ ലെവൽ മാർക്കറ്റായിട്ട് ഇവിടെ. ഇതൊരു മാർക്കറ്റിനൊക്കെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എങ്കെ എന്നാ കേള്, എന്നാ ഇപ്പോ നമുക്ക് മാർക്കറ്റുള്ള പോയത്. ഇവൻ ഇവിടുത്തെ കില്ലാടിയാട്ടാ. ഇവൻ അറിയാത്ത ഒരാളില്ല. ചെറിയ ചെക്കനാണ്, കാര്യമില്ല. കിങ് ആണ്, കിങ്. ഇവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് റഹീം, എപ്പോഴും കിങ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇടും. ഞാൻ അത് കണ്ടിട്ട് ആൾക്കാർ കിങ് എന്ന് വിളിക്കാനായിരിക്കും. അതാ ഇവിടുത്തെ ഒരു മാർക്കറ്റാട്ടാ. എന്താ ഇവിടുത്തെ ഒരു വെജിറ്റബിളിൻ്റെ മാർക്കറ്റ് കണ്ടില്ലേ. എൻ്റെ ഫേവറേറ്റ് അത് കോളിഫ്ലവർ. ഞാൻ പിന്നെ എപ്പോഴും കഴിക്കുന്നതിൻ്റെ ഭക്ഷണങ്ങളാട്ടെ ക്യാരറ്റ്. ഞാൻ എപ്പോഴും കഴിക്കുന്ന ക്യാരറ്റ്, അതുപോലെ ബീട്രൂട്ട്, അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ. നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോ ഇല്ലേ, സ്വീറ്റ് പൊട്ടാറ്റോ ഇരിക്കാ. അതെങ്കെ കിടക്കും ഇവിടെ എപ്പോഴും കഴിക്കുന്നതിന്. ഇത് നമ്മളെ കൂർക്ക. ഇതൊക്കെ എന്നാ സൊല്ലുവേ? ഇതൊക്കെ നമ്മളെ ഭക്ഷണങ്ങൾ കേട്ടാ. ഇങ്ങനത്തൊക്കെ നമ്മൾ തിന്നുള്ളൂ. എന്താ ഇവിടുത്തെ ഒരു മാർക്കറ്റാണ്. ഇപ്പം ഇതിൻ്റെ ഉള്ളിലുണ്ട്. 1 മിനിറ്റ് തെമീം, 1 സെക്കൻഡ് വീഡിയോ എടുക്കും. വേണ്ട, ഇതിൻ്റെ ഉള്ളിൽ മാർക്കറ്റാണ്. ആർക്കാടാട്ടോ, ആർക്കാട് മാർക്കറ്റ്. വേപ്പില ഇതിനെല്ലായിട്ട് ഇല്ല. സൂപ്പർ മാർക്കറ്റ്. നല്ല പിടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ഫുള്ള് വെജിറ്റബിളാണ് ഓൺലി. ഫുള്ള് ഇതാണ് വെജിറ്റബിളാണ്. സ്വീറ്റ് പൊട്ടാറ്റോ ഇരിക്കാ. സ്വീറ്റ് എங்கே കിടക്കും അത്? സ്വീറ്റ് പൊട്ടാറ്റോ എங்கே കിടക്കുന്ന? അங்கே ഇருக்கு സ്വീറ്റ് പൊട്ടാറ്റോ. നമുക്ക് സ്വീറ്റ് പൊട്ടാറ്റോ വാങ്ങിയാലോ? ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. സ്വീറ്റ് പൊട്ടാറ്റോ എവ്വളോ? 59. ഹാഫ് കട്ടി 30 അപ്പൊ 25 അല്ലേ വരാ? 25 അല്ല 25 അല്ലേ? മാർക്കറ്റ്. അപ്പോൾ 1 മിനിറ്റ്. അപ്പോൾ അവർ 1 കിലോ 50 പറഞ്ഞ്, 1/2 കിലോ 30 പറഞ്ഞു. 1/2 കിലോ 25 അല്ലേ വരിക? എങ്ങനെ ഒരു 30 വരെയാ? അതന്നെ അവരോട് ചോദിച്ചത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാർക്കറ്റിൻ്റെ ഉള്ളാട്ടോ. ആർക്കാട് മാർക്കറ്റിൻ്റെ ഉള്ളാണ്. കണ്ടോളി, ഫുള്ള് വെജിറ്റബിളാണ് ഇവിടെ. ഒരുപാടുണ്ട്, തൊട്ടടുത്ത് കടകളായിട്ടുള്ള. തമിഴ്നാട്ടിൽ, നമ്മളെ നാട്ടിൽ ഇങ്ങനെ, നമ്മളെ നാട്ടിൽ തിരൂരും ഇങ്ങനെ ഉണ്ട്, ഇതുപോലെ ഉണ്ട്. എന്താ ഇവിടെ കാണുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ട് ഉണ്ടല്ലേ. ഞാൻ എന്തായാലും ഒരു പുതിയ ചാനൽ ഓപ്പൺ ചെയ്തേനെ. ഞാൻ ഇവിടെ നിന്നാണ് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ വീഡിയോകളാണ് അധികം ഇതിൽ വരുന്നുള്ളൂ. നമ്മളെ നാട്ടിലത്തൊന്നുമില്ല. അപ്പോൾ എന്തായാലും ചെയ്യുക, എല്ലാവരും എന്തായാലും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മറക്കണ്ട, നമ്മളെ ചാനലിൻ്റെ പേര് എല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണ്ട. എനിക്കിനി ഈ സൈഡിലുണ്ട്, പിന്നെ അതിൻ്റെ ഉള്ളിലുമായിട്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്നും പോയിട്ട് വരാതെ. എന്താ മാർക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ പറയുക, കണ്ടാൽ തീരൂല. വേപ്പിലൊക്കെ എവ്വളോ? 8 വേണ്ട, 8 രൂപ വരുന്നുള്ളൂ ഇതിനൊക്കെ. 80 8 രൂപ.
எயிட் தான் சொன்னேன். 8 சொன்னா 8. அப்படி சொல்லுங்க. കോമഡി ആയി. അവര് നമ്മളെ ഓട്ടനൊക്കെ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളുണ്ട് തീരുവില്ല, അത്രക്കുണ്ട് മാർക്കറ്റിൻ്റെ ഉള്ളേ. ഇവിടെ ഫിഷ് ആട്ടാ. നല്ല ഇത് എவ்வளோ அண்ணா? தமிழுங்க சொல்லுங்க. 40 രൂപയാ? சரி, எப்போ வரா? எப்போ வரா? நான் ഇതൊന്ന് മുടിച്ചിപ്പോൾ വരും, எனக்கு വേണത്. சொல்லுங்க. இப்போ வரா, என்ன வெயிட் பண்ணுங்க, இப்போ வரா, எனக்கு வேணாம் அது. வேற வெயிட் பண்ணுங்க, வேற அண்ணா. சரி சரி சரி, உங்களுக்கு பிடிச்சா சொல்லுங்க. അല്ല ഞാൻ എന്നാ ചെയ്യുക? உங்களுக்கு ഞാൻ കേൾവി കേട്ടാൽ നിങ്ങൾ பதிൽ சொல்லணும். அது உங்களுக்கு பிடிச்சது சொல்லணும், எனக்கு பிடிச்சது சொல்லாது. എന്തോ ഒരു കിളി പോയ സാധനമാണ്. ഇതെല്ലാം മീനുകൾ പടച്ചോനെ കണ്ടില്ലേ. ഈച്ച കണ്ടില്ലേ, ഈച്ച ആർക്കും എന്താ വെള്ളം ഊറ്റി തന്നെ എന്താ ഈച്ചണ്ട് പറന്നോട്ടെ വെച്ചിട്ടുണ്ട്. കണ്ടോടി മക്കളെ, ഈച്ചണ്ട് പറന്നിട്ട് അയ്യോ അത് കാണാൻ വയ്യ. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ആർക്കാടത്തെ ഫിഷ് മാർക്കറ്റ് ഇട്ടാ. ഇവിടെ ഉണ്ട്. ഇവിടെ പിന്നെ നമ്മളെ ഉണക്കമീനുകളാണ്. എന്താ ഉണക്കമീൻ കാര്യങ്ങളായിട്ടാണ് ഇവിടെ. നമ്മുടെ നാട്ടിലെ മെത്തലുണ്ട്, അതുപോലെ ഉണ്ട്, പലതും ഉണ്ട്. സ്രാവുണ്ട്, ചെറിയ സ്രാവ്, പിന്നെ അയിലുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് തന്നെ വാള. വാള, അതായത് നമ്മളെ വലിയ മാന്തള്. എന്താ ഈച്ച ഇറക്കണ കണ്ടില്ലേ? എന്താ അല്ലേ, വേറെ ലെവല്. കാണാൻ വയ്യ മക്കളെ, കാണാൻ വയ്യ. ഇതാണ് ആർക്കാടത്തെ ഫിഷ് മാർക്കറ്റ് കേട്ടാ. ഇവളതാ ഫിഷ് അപ്പടി ഇരിക്കാ. അപ്പൊ ഇതാണ് ആർക്കാടത്തെ ഫിഷ് മാർക്കറ്റ്. അവിടെ നിൽക്കാൻ വയ്യ, അവിടെ നിന്ന് ഓടാം. അപ്പൊ അതിൻ്റെ ഉള്ളിലുണ്ട് എന്നാ പറയുന്നത്. ഞാൻ കേരള ഇங்கே വ്ളോഗ് பண்ணதுக்கு வந்திருக்கு. വ്ളോഗ് പൈത്യമാര് പേസുന്ന. ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ഒരുപാട്. ഇതിപ്പോൾ വന്ന വഴി മറന്നു പോകുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അതിൻ്റെ ഉള്ളിലുണ്ട് മാർക്കറ്റ്. എന്താ ഇവിടെ പിന്നെ ആട്, മാട്, ഒട്ടകം പറഞ്ഞാൽ ഇവിടെ എന്താ ഇതന്നെ ബീഫാ? അല്ല ആട്. ഇത് ആട് വരുന്ന കേട്ടാ. ഈ സമയത്തുണ്ട് ആട്. എന്നാ എവിടെ വരുന്നേ? 840 1 കിലോ. 840 വരുന്നു 1 കിലോ. എന്താ ആടാണ്. പിന്നെ ബീഫ് കിടക്കില്ലല്ലോ എങ്കിൽ. കേരള ബീഫ് ഫേമസ്. ബീഫ് പൊറോട്ട. വിശാർ ഞാൻ പോയിരിക്കും. അങ്ങനെ വീഡിയോ എല്ലാം പോകും. അവിടെ ബീഫ് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലും ഉണ്ട്. ഇതിൻ്റെ മുകളിലും വരുന്നുണ്ട്. ഉണ്ടല്ലേ ഓരോ കടകൾ. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കടകളാട്ടോ. ഇനി അപ്പുറത്ത് കണ്ടില്ല, അപ്പുറത്ത് കണ്ട് വരുന്നില്ല. ഇത്ര വരുന്നുള്ളൂ. നമുക്ക് എന്താ ചെയ്യുക, താഴത്തോട്ട് തന്നെ ഇറങ്ങിപ്പോവാം. താഴത്തോട്ട് തന്നെ ഇറങ്ങിപ്പോവാം. നമ്മളെ സുഹൃത്തുണ്ട്, അവനോട് വെയിറ്റ് ചെയ്യാണ്. അവൻ പോസ്റ്റ് അടിക്കാവും എന്തായാലും. മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ഇറങ്ങിയതാ. പക്ഷെ ഇവിടെ തന്നെ റേറ്റ് കുറവ്. നമുക്ക് റേറ്റ് കുറവുള്ളൂടുന്ന കരിയൊക്കെ വേണം. ഉണ്ടല്ലേ അരി ഷോപ്പുകൾ അതൊക്കെ. എന്താ ഹോൾസെയിലാ? ഹോൾസെയിലാണ്. റീറ്റെയിലായിട്ട് കിട്ടില്ലെന്ന് തോന്നുന്നു. റീറ്റെയിൽ എടുക്കും. റീറ്റെയിലും കിട്ടും. എന്താ ഒരുപാട് കടകൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടല്ലേ. പാർക്കുകളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഏരിയ പോയാൽ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ മതി, എല്ലാം കിട്ടൂട്ടാ. എല്ലാതും കിട്ടും ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഇവിടെ തന്നെ എത്തി. വേറെ ഏത് ഏരിയ
എന്താ മഞ്ഞള് കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള അങ്ങനെ ഇതിൻ്റെ ഉള്ളിലെത്തി നമ്മൾ ഗൈസ്. ഇപ്പം ഏത് ഭാഗം നിൽക്കും ഒരു ഐഡിയയും കിട്ടുന്നില്ല. നമ്മൾ കറങ്ങി 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 ഇവിടെ എത്തി. എന്താ ഇതെന്താണ് എന്താ പുകലുണ്ടാക്കുന്ന പുകല ഇത് നമ്മളെ അടക്കല്ലേ, അടക്ക ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ നമ്മളെ പാക്കില്ലേ, ഇതിനെന്നാ നജാമ്പാക്കാ നജാമ്പാക്ക്. ഇത് എവളോ ഒന്ന് 1 രൂപ. നമ്മളെ നാട്ടിലും ആ റേറ്റ് തന്നെ വരുന്നു 1 രൂപ. അപ്പടി ഇതാ കേരളം സെയിം ഇതാ. കേരള இருக்குது சின்ன சின்ன இடத்துல இருக்கு. എന്താ പിന്നെ വെത്തില കണ്ടാ തിന്നാൻ തോന്നും. തിന്നിട്ട് പല്ല് കിടന്നിരുന്ന ഒരു കാലം. എല്ലാവരും നല്ല എന്താ പറയുക ഭയങ്കര സ്നേഹട്ടാ. പിന്നെ പൂക്കളത് കണ്ടില്ലേ, എന്താ രസമല്ല പൂക്കള്, രക്ഷയില്ല. പൂക്കളാണ് വാ, പൂക്കൾ വേറെ ലെവല്. എന്താ മല്ലികപ്പൂവുണ്ട്, എല്ലാ പൂവുണ്ട്, മുല്ലപ്പൂവുണ്ട്. ചുമ്മാ അത് വീഡിയോ എടുക്കാതെ വന്നേ. ഇവിടൊക്കെ പൂവാണ്, എന്താ ഫുള്ള് പൂവാണ്. അപ്പോൾ വന്ന വയ്യേ മറന്നു പോയിട്ട് ആ അവസ്ഥയിലായി. ഇപ്പോൾ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ള കടകളാണ്. ഇതിപ്പോൾ വയ്യ, അത് കൺഫ്യൂഷനായല്ലോ. അപ്പോൾ അവൻ്റെ ഫോണും സ്വിച്ച് ഓഫാണ്. അവൻ അവിടെ തന്നെ ഉണ്ട് ആള്. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് എന്താ ചെയ്യുക, കുറച്ച് പർച്ചേസിങ് ഉണ്ട്. എന്തായാലും ഇതൊക്കെയാണ് ആർക്കാടിലെ എന്താ പറയുക കച്ചവട തെരുവുകൾ. ഇവിടെ അറിയപ്പെടുന്ന ഒരാളാട്ടെ ഈ പ്രതിമ ഇല്ലേ, ഈ പ്രതിമ കണ്ടങ്ങൾ അറിയപ്പെടുന്ന ആരോ ഒരു എഴുത്തുകാരനാന്ന് പറയുന്നത്. ഇവരുടെ പേരെന്നാ? തിരുവോണസ്ഥലയ്യ. அப்படி என்ன சொன்னாரு, என்ன ஸ்டோரி? திருவள்ளுவர். 1 minute சொல்லுங்க. திருக்குறளை இயற்றியவர் திருவள்ளுவர். திருக்குறளை இயற்றியவர் திருவள்ளுவர். அடுத்து தமிழகத்தில் தமிழ்நாட்டினுடைய எல்லா இதையும் மொத்தம் திருக்குறள் இயற்றியது திருவள்ளுவர். இவர் எவ்வளவு வருஷம்? கிபி நூற்றாண்டு பல நூற்றாண்டு பழக்கல்ல. இவரோட ஸ்டோரி அந்த மாதிரி புத்தகம் அந்த மாதிரி புக்ஸ் திருக்குறள். புத்தக பேர் என்ன? திருக்குறள். திருக்குறள். அப்ப இவரோட சமாதி இதெல்லாம் எங்க இருக்கு? சமாதி எல்லாம் கிடையாது, அந்த மாதிரி ஒண்ணும் இல்லை. இவர் எங்க இருந்து யாருக்கும் தெரியல. பல நூற்றாண்டுக்கு முன்னாடி இல்ல. பெரிய ഭയങ്കര ഒരു സ്റ്റോറി ഇരിക്കുന്ന പറയണേ. എന്തായാലും നിങ്ങളെ പേരെന്നാ? எங்க பேரா சேகர். என்ன இதுதான் உங்களோட ஷாப்பு? கடை வெற்றிலை. ഇത് നമ്മളെ ശേഖരേട്ടന്റെ കടയാണ്. വെറ്റിലാണ് മെയിനായിട്ട്, വെറ്റിലേൻ്റെതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും വരിക, എല്ലാവരും ആൾക്കാരും വരും. ഓക്കെ, ബൈ ബൈ. ഞാൻ വരാം, അപ്പുറം വരാം. അപ്പോ കണ്ടില്ലേ നമ്മളെ നാട്ടിലെ ചക്ക ആയിവ മക്കളെ. ചക്കതാ ബോക്സിലാക്കിയിട്ട് വെക്കണേ. ഇവിടൊക്കെ ഇത് കിട്ടാൻ ഭയങ്കര പാടാന്നുണ്ട്. ചക്കരമത്തെ ചക്ക അത് ഇതൊക്കെ ആയിട്ട് ബോക്സിലാക്കി വെക്കുന്നുണ്ട്. ഞാൻ ഏതോ ഒരു ഭാഗത്ത് എത്തിയിട്ടാ. നമുക്കെന്താ അപ്പുറത്ത് കൂടി പോവാം, അവൻ അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ പുറത്ത് ഫ്രൂട്ട്സും കാര്യങ്ങളും മാർക്കറ്റ് കിട്ടുമ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ പോകേണ്ടി വരും. ഇതെല്ലാം വഴി. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് പുറത്ത് കൂടി അങ്ങോട്ട് തന്നെ പോവാം. ഇല്ല, പുറത്ത് ഡ്രസ്സും കടയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കണ്ടില്ലേ. ഇവരെ പറ്റിയുള്ള സ്റ്റോറി ആയിട്ടാ പറഞ്ഞത് അവര്. ഈ ഗ്ലാസ് ഇങ്ങനെ ഇറങ്ങിയും കയറിയും കളിക്കുന്ന അതിലൊക്കെ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ വയ്യുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു കമൻറ്റ് അറിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമുക്കൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഭയങ്കര വെയിലാണ്. അതാണ് ഇവിടെ ഉള്ള ഒരാൾ പറഞ്ഞത്, എന്ത് ഇവിടെ നിൽക്കണ്ട, ഇവിടുന്ന് പൊയ്ക്കോ, ഇവിടെ വരും വെയിലാണ്, നിങ്ങളെ കേരളത്തിൽ കുറച്ചെങ്കിലും തണുപ്പുണ്ട് എന്നല്ല. ഇവിടെ പേരും വെയിലാണ്, പറഞ്ഞാൽ ശരിയാ. പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിണ്ടല്ലോ, ഓ അത്രക്കും ചൂടാണ് ഇതിൻ്റെ ഉള്ളിൽ, രക്ഷയില്ലാത്ത ചൂടാണ്. അതൊക്കെയാണ് ഇതിൻ്റെ മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെജിറ്റബിൾ വേണം. ഞാൻ എന്ത് ചെയ്യുക, കാത്തിരുന്ന ഒരു സംഭവം, അതായത് ഒരു കൊറിയർ, നമ്മളെ കെറ്റിലില്ലേ, കെറ്റിൽ എന്താ പറയുക, ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയ എന്താ പറയുക
അതിൻ്റെ പേരെന്താണ്, വേറെന്തോ ഒരു പേര്, കെറ്റിൽ നിന്ന് തന്നെ പറയുന്നത്. അതിൻ്റെ നമ്മളെ ഏതാണ് കമ്പനി, സാൻസോയിൻ്റെ കമ്പനിയായിട്ട് ചെയ്യണത്. എന്തായാലും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്ത് ചെയ്യുന്നത് ഇടുന്നുണ്ട്. യൂസ്ഫുള്ളാണിത്. അപ്പം അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ എന്തായാലും ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. വീട്ടിലിപ്പോൾ എന്താ പറയുക, ഗ്യാസും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് ഇവിടെ. പിന്നെ ഒന്നാമത് ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. അതും ഇതൊക്കെ ആയിട്ടുള്ള അങ്ങനെയൊക്കെ ആയിട്ട്. എന്തായാലും എന്താ ചെയ്യുക, നമുക്ക് എന്താ ഇവിടെ വീഡിയോ എന്താ കട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു. അപ്പം അങ്ങനെയൊക്കെയാണ് അത് ഗെയ്സ്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വേഗം, പക്ഷേ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വേങ്ങണം എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ എന്താ ചെയ്യുക, ഉപ്പ് മറന്ന് അതുപോലെ പഞ്ചസാര മറന്ന് കുറച്ച് സാധനങ്ങൾ മറന്നു. ഇപ്പോൾ വേഗിയുള്ള കുറച്ച് എന്ത് ചെയ്യുക പച്ചക്കറികളാണ്. ഇപ്പോൾ റൂം എടുത്തതിന് റൂം അങ്ങനെ സെറ്റായി വരുന്നുള്ളൂ. ഇവിടെ ഒന്നും കൂടി വൃത്തിയാക്കാണ്ട് അപ്പം അതിനൊക്കെയുള്ളൊക്കെ ഒരു പരിപാടി ഉണ്ട്. ഇപ്പോൾ വേങ്ങിയത് ഇതാ പച്ചക്കറി, ഓയിൽ, കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളായിട്ട്. പിന്നെ ഒന്നാമത് സെല്ലാജ് ഇല്ലല്ലോ ഇവിടെ. സെല്ലാജൊക്കെ ഇനി റെഡിയാക്കുമ്പോഴത്തേനും എന്ത് ചെയ്യുക, നേരം വരും. കുറച്ച് സാധനങ്ങൾ വാങ്ങി അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാ. നമുക്ക് ഇവിടെ അലങ്കോലായി എടുക്കാൻ നമ്മളെ വീട് കാണിച്ചു തരാം. ഞാൻ നിൽക്കുന്ന സ്ഥലം കാണിച്ചു തരത്താം. അടിപൊളി സ്ഥലം, അവിടുത്തെ സ്ഥലം എന്താ അല്ലേ. ഈ ഇത് കണ്ട അതിന്മേ നോക്കിക്കൊള്ളിട്ട് ഒരു സെമീറ എന്നുള്ളൊരു പേര് കാണാം. ഈ സെമീർ ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും അറിയില്ല ആരാന്നുള്ളത്. ഇവിടെ ഉള്ളവരിത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സെമീർ ആരാന്നും പറഞ്ഞു തരാം. ഈ കാണുന്ന സ്ഥലങ്ങൾ മൊത്തം സെമീറാൻ്റെതാ. അറിയോ, ഭയങ്കര കോടീശ്വരിയാണ്. ഇതാണ് നമ്മളെ നിൽക്കുന്ന റൂം. കണ്ടില്ലേ, നമ്മുടെ അലങ്കോലായി എടുക്കാണ്. ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട്. എന്താ ഒരു വാഷ് വൈസ് ഉണ്ട്. സെറ്റാണ്. ഇവിടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്ത്. റെൻറ്റും കുറവാട്ടാ. പിന്നെ ഒരാൾക്കായിട്ട് ഇവിടെ റൂം കിട്ടൂല. നമ്മളെ ചെറിയൊരു പിടിപാട് കൊണ്ട് കിട്ടിയതാ. ചെറിയ പിടിപാട് എന്ന് പറയുമ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ചെക്കന്മാർ റെഡി ചെയ്ത് തന്നല്ല. പിന്നെ ഇവിടെ റൂമുണ്ട്. ഇനിയൊരു ബെഡ്, ട്രാവലിംഗ് ബെഡ് വേങ്ങണോ എന്നുള്ളൊക്കെ ഒരു പ്ലാനൊക്കെ ഉണ്ട്. എന്തായാലും നോക്കാം നമുക്ക്. പിന്നെ ഇതാ ടോയ്ലറ്റാണ്. പക്ഷേ ഭയങ്കര ചൂടാ അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളിൽ കൊണ്ടേ ഒരു ഫാൻ വെക്കണം. കുളിക്കുമ്പോൾ എന്തോ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലേ വേർപ്പും കൂടെ പോയത് നമ്മായിരുന്ന ചൂടാണ്. ഇനി വിൻഡോ ഓർന്നിട്ടുള്ള ഒരു കാഴ്ച കാണിച്ചത്. ഇവിടെ വൈകുന്നേരമായ ഭയങ്കര രസമാണ്. ആ സൈഡിൽ നിന്നുണ്ട് സൂര്യൻ്റെ ഒരു ഉദയം, അസ്തമയം ഒരു ലെവലാണ്. വൈകുന്നേരം ആയാലേ സൂര്യൻ്റെ ഒരു കാഴ്ച കാണാം. ഇങ്ങനെയൊക്കെ ആയിട്ട് എന്താ. അപ്പോൾ റൂം കണ്ടില്ലേ, റൂമിൻ്റെ പെയിൻ്റ് ഉണ്ട്, വേറെ ലെവൽ പെയിൻ്റ് ഉണ്ട്. ഇതാണ് ഗൈസ് നമ്മളെ റൂം ഇട്ടാ. എന്തായാലും നമ്മൾ എന്താ പറയുക സമ്മതിക്കുന്ന, അതായത് നമ്മളെ പാചകം ചെയ്യുന്ന വീഡിയോ ഒക്കെ വരുന്നതാണ്. എന്തായാലും നമ്മളെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടുണ്ടില്ലേ ആകെ ഉണ്ട് വെളുത്ത് തുടിച്ചു പോയി. ഇപ്പോൾ പുറത്തിറങ്ങില്ല, ആവശ്യങ്ങൾക്ക് മാത്രം എന്താ ചെയ്യും, ഒന്ന് പുറത്തിറങ്ങും, വീഡിയോ കളക്ട് ചെയ്യും, അതേമാതിരി ഇങ്ങനെ തന്നെ വരും. ഞാനിപ്പോൾ ഒന്ന് ഇലക്ഷനായിട്ട് നാട്ടിൽ പോകണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യുക, കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ട്. നാട്ടിൽ കുറച്ച് ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരണം. ഇപ്പോൾ വാടക കൊടുക്കാനായി. വാടക ഏകദേശം 10-ാം തീയതി കൊടുക്കണം. അങ്ങനെയൊക്കെ ആയിട്ടാണ്. എന്തായാലും നമ്മളെ സ്ഥലങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യട്ടാ. ഇപ്പോൾ വീടിൻ്റെ എന്ത് ചെയ്യുക, ഫുള്ള് താഴെ എന്ത് ചെയ്യുന്നത്, ഇനി താഴെ പോകുമ്പോൾ വീട് എന്ത് ചെയ്യണ്ടേ ഞാൻ കാണിച്ചു തരണ്ടേ, വീട് ഫുള്ളായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ. ഇവിടെ ഉള്ളവരെല്ലാവരും ചോദിക്കുന്നത് എൻ്റെ മോളെ വീഡിയോ കണ്ടിട്ടേ മോളെന്നാ വരിക, മോൾക്ക് ഭയങ്കര ഫാൻസൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. മോളെ കൊണ്ടുപോവാ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ദിവസം എൻ്റെ സുന്ദരിനെ കൊണ്ടുവരണം. സുന്ദരിനെ കാണാനായിട്ട് പൂതി വെച്ച് എന്നും വിളിക്കും. നല്ല സുന്ദരിക്ക് നമ്മളെ മൈൻഡില്ലേ. ഇപ്പോൾ സുന്ദരി നമ്മളെ മറന്നു തുടങ്ങിയിരിക്കണം. 2 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പം എന്തായാലും
മുള പോണം, മുള കൂടെ കുറച്ച് ദിവസം നിൽക്കണം, അതൊക്കെയാണ് പ്ലാൻ. എന്താല്ല രസമാണ് നമ്മളെ വീടിൻ്റെ ഡിസൈൻ കണ്ടില്ല. രാത്രിയായ ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചായിരുന്നു. പരിപാടി ഇറക്കണ്ടില്ല. അത് കുളമാണ് പറയുന്നു, പക്ഷേ ഇത്രയും വലിപ്പമുള്ള കുളം, ഭയങ്കര കുളം. അതിലാരും കുളിക്കൂല, നല്ലോണം ആഴമുണ്ട്. പിന്നെ എന്തോ വെച്ചിട്ടുണ്ടെന്ന് അതിൽ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടെന്ന് പറയുന്നത്. ഇവിടെ പണ്ടത്തെ ഈ നവാബ് രാജാവിൻ്റെ എന്തൊക്കെ അതിൽ എന്തൊക്കെ ഉണ്ട് അതിൽ സ്റ്റോറി അറിയുന്നില്ല. എന്തൊക്കെ നീ എന്താ പറയുക, ഈ സ്വർണം അങ്ങനത്തെ ഉള്ള ഉപസിച്ചവർ, ഈ നിധിയുമായിട്ടുള്ള നമ്മൾ ടിപ്പു സുൽത്താനൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഒക്കെ അതിൻ്റെ ഉള്ളിൽ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഭയങ്കര ഒരു ചരിത്രം ഉണ്ട് ആ കുളത്തിനൊക്കെ. പിന്നെ അതുപോലെ താജ്പുര എന്ന് പറഞ്ഞൊരു എന്താ പറയുക, മഹത്തുക്കൾ ഉറങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് മഹാന്മാർ ഔലിയാക്കൾ ഉറങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഇതേമാതിരി ഒരു കുളമുണ്ട്. അതിലും ആരും കുളിക്കൂല, ഭയങ്കര അയൽ ഫുള്ള് കിണറാന്ന് പറയുന്നത്. അതിലും ഇതേമാതിരി ഈ പണ്ട നിധി കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചതൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഉള്ളിൽ പാമ്പുണ്ട്, കണ്ടവരൊക്കെ ഉണ്ട്. അങ്ങനെ പല ചരിത്രങ്ങളുണ്ട് ഇവിടെ. ചരിത്രം പറഞ്ഞാൽ തീരൂല. ഇനി നമ്മളെ വീടിൻ്റെ മുകൾക്കൊന്ന് പോയേക്കാം. നമുക്ക് എന്താ റൂമൊന്ന് ക്ലോസ് ചെയ്യാം. പിന്നെ ആരും വരുമൊന്നുമില്ല. ഇതിൻ്റെ റൂമിൽ മുകളിലൊന്ന് കാണിച്ചത്. ഈ മുകളിലുള്ള കാഴ്ചകൾ അത് വേറെ ആയിട്ടാ. ഇതിനൊരു രസമുള്ള കാഴ്ചകളാണ്. മുകളിൽ പോയേക്കാം നമുക്ക്. എന്താ കോണിപ്പടിയാണ്. ഇവിടെയൊക്കെ ഇത് പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ബാക്കി പണിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അത് വാഷ് ചെയ്തിട്ട് എന്താ മുകളിൽ മുകളിൽ നിന്ന് കാണുമ്പോഴുള്ള ഒരു കാഴ്ച പ്രഭാതത്തിലായിട്ട് ഇവിടെ ഭയങ്കര രസം. ഈ മഞ്ഞുകാലമായ ഭയങ്കര രസമാണ് ഇവിടെ. നമുക്ക് എന്തായാലും അത്രയും ദിവസങ്ങൾ ഇവിടെ ഉണ്ടാവുമോ എന്ന് അറിയത്തില്ല. തീർച്ചയായും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്താ ചെയ്യുക, അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നതാണ്. അതല്ല, നിങ്ങളെ സപ്പോർട്ടാണ് വേണ്ടത്. ഉണ്ടില്ലേ, എന്താ രസമല്ലേ കാണാൻ, ഒരു രക്ഷയില്ലാത്ത ഭംഗി, പച്ചപ്പ്. ആ മസ്ജിദ് ഉണ്ടാ, ഒരു മസ്ജിദ് കണ്ടില്ലേ. പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ബാഡ് സ്മെല്ല്. കണ്ട ഈ ഒഴുകുന്ന ചാല്, ഈ ബാഡ് സ്മെല്ലാണ്. അപ്പോൾ ഭയങ്കരമായി അവിടെയും ഇവിടെയൊക്കെ വേസ്റ്റ് ഇട്ട് നോക്കി. നല്ല രസമുള്ള ഭംഗിയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ വേസ്റ്റ് ഇട്ടിട്ടും അത് ഇട്ടിട്ടും ഇവരെ നശിപ്പിച്ച്. ഞാൻ എന്തായാലും ഞാൻ വേസ്റ്റ് ഇട്ടില്ല. എനിക്കിത് എന്താ പറയുക, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ക്ലീൻ ചെയ്യുന്നൊരു സ്വഭാവമുണ്ട് എനിക്ക്. ഇവിടെ ക്ലീൻ ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തലക്കുത്തനെ വീണ്ടും ചെയ്യും. നമ്മൾ നിൽക്കുന്ന അവിടുത്തെ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിരുന്നു. പിന്നെ അതിൻ്റെ ശേഷം അവിടെ ഉള്ളവരൊക്കെ കച്ചറ ഇടൽ നിർത്തി. എന്തോ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളയിൽ വന്നിട്ട് തമിഴ്നാട്ടിൽ ഇങ്ങനെ ചെയ്തിട്ട് ആവുക. അപ്പോൾ അവർക്ക് തന്നെ ഒരു മനസ്സിനൊരു അലിവ് വന്ന്, ഇനി കച്ചറ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളത്. ഈ റോഡ് കണ്ടില്ലേ, ലോറി അതാ പോകുന്നു. ഇത്രയും ദൂരമാണ്. നമുക്ക് ഫുൾ സൂമിങ്ങിൽ ഇട്ടോക്കാം ആ ലോറീൻ്റെ. എന്താ ലോറി പോകുന്നുണ്ടില്ലേ, രസമല്ലേ. ഇവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളും ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ആയിട്ടില്ല. ഇതൊക്കെയാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പരിസരങ്ങൾ. ഫുള്ള് കോളനി മാതിരിയാട്ടാ, ഫുള്ള് അടുത്തടുത്ത്. ചെന്നൈ പോയാൽ ചെന്നൈയുടെ ഭാഗമാണിത്. ഞാൻ നിൽക്കുന്നത് ആർക്കാടാണ്. ആർക്കാട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഏരിയ എന്ന് പറയുമ്പോൾ സായിബാബ നഗർ. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് വേറെ മക്ബറ ഉണ്ട്. അതുകൊണ്ട് അതൊരു ഗ്രൗണ്ടാണ്. ഇവിടുത്തെ ബോയ്സ് സ്കൂള് ഇവിടെ ഉണ്ട്. അതൊരു ഗ്രൗണ്ടാണ്. ഇവിടെ വലിയ ഗ്രൗണ്ടാണ്. എല്ലാവരും അതിൻ്റെ ഉള്ളിലുണ്ടാവും ഫുൾ ടൈം. ഒരുപാട് എന്താ പറയുക, പോസ്റ്റും കാര്യങ്ങളും, ക്രിക്കറ്റ് കളിക്കാനുള്ള, ഷട്ടിൽ കളിക്കാനുള്ള എല്ലാം, വോളിബോളും എല്ലാ ഐറ്റംസും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഫുള്ള് അതിൻ്റെ ഉള്ളിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വാക്കിങ് എല്ലാം. ഞാനും ഒന്ന് രാവിലെയൊക്കെ ഒന്ന് എണീറ്റ് ഇറങ്ങണം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ട്. രാവിലത്തെ എന്താ പറയുക, പ്രഭാതത്തിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ. എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ. ഭയങ്കര വെയിലാണ്ടില്ലേ, രക്ഷയില്ലാത്ത വെയിലാണ്. ഈ വെയിലത്തൊന്നും കണ്ടല്ലേ കരിവാളിച്ചിട്ടുണ്ടല്ലോ, വേറെ കളറായി പോകും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ള കാഴ്ച എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഈ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. രക്ഷയില്ലാത്ത എൻ്റെ മോനെ എന്താ സ്ഥലങ്ങൾ കണ്ടില്ലേ. അതാണ് ചോദിച്ചത്, ഇത് അരുവിയാണോ കുളമാണോ എന്നുള്ളത്. അത്ര നീളമുള്ള കുളമാണ്ട്. അതിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്ന എൻഡ് എന്ന് പറയുന്നത് അവിടെയാണ്. അവിടെ എന്ന് പറയുമ്പോൾ കണ്ടാ, അവിടെയാണ് ഇതിൻ്റെ ഒരു എൻഡ് വരുന്നത്. നോക്കിക്കോട്ടാ, ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് എന്താ അരുവിയുടെ പിന്നെ ഒരു എൻഡ് വരുന്നതാ. സ്റ്റാർട്ടിങ് എന്താ ഇവിടെ കണ്ടോ,
സ്റ്റാർട്ടിങ് വരുന്നുണ്ടല്ലേ, ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ഇവിടെ വേറെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ ഇനിയിപ്പോൾ വേറെ എന്തോ റെഡി ആക്കുന്നുണ്ട്. ഇവിടെ എന്തോ ശരിയാന്ന് തോന്നുന്നുണ്ടാ. ഇവിടെ ഉള്ളും താഴെയായിട്ടൊക്കെയാണ് ആളുകൾ ജീവിക്കുന്നത്. ഇവിടെ സ്വന്തം വീടാണെന്നുണ്ടെന്നെങ്കിലും മോള് വേറെ ആൾക്ക് എന്ത് ചെയ്യും, റെൻറ്റിന് കൊടുക്കും. ഞാനിതുപോലെ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. നമ്മളെ എറണാകുളം അതുപോലെ തിരുവനന്തപുരം ആ ഭാഗത്തൊക്കെ ഞാൻ ജീവിച്ചിരുന്ന ആൾ, അവിടെ പോയി താമസിച്ചിരുന്നു. അപ്പോൾ അവിടെയൊക്കെയാണ് ഇങ്ങനത്തെ ഉള്ളൊരു ഇത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പിന്നെ ഫുള്ള് ഇങ്ങനെയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇത് നമ്മളെ സുഹൃത്താണ്. അപ്പുറത്തെ വീട്ടിൽ, നമ്മൾ നിൽക്കുന്നതിൻ്റെ അപ്പുറത്തെ വീട്ടിലാണ്. ഇതിപ്പോൾ ടോട്ടൽ താഴത്ത് വേറെ വീട്ടുകാരായിട്ട്. അപ്പം എന്തായാലും ഗെയ്സ്, അപ്പം എല്ലാം പറഞ്ഞ പോലെ. അപ്പോൾ അടുത്തൊരു വീഡിയോവുമായി വരുന്നത് വരെ ബൈ ബൈ.